കൊട്ടാരത്തിലെത്തിയപ്പോൾ അച്ഛൻ എന്നോട് തയ്യാറായിക്കൊള്ളുവാൻ പറഞ്ഞു. ആയോധനശാലയിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ഉടൻ തയ്യാറായി. ഷോണൻ വളരെ നേരമായി ഒരുങ്ങി എന്നെ കാത്തിരിക്കുകയാണ്. അമ്മ തന്ന പെട്ടി ഒരു ചുമരമാലയിൽ സൂക്ഷിച്ചു വെച്ച് അതിൽ 4 പാരിജാത പുഷ്പങ്ങൾ അർപ്പിച്ചു. അതിനെ വന്ദിച്ചു. അമ്മേ, എന്നെ ആശീർവദിക്കൂ. അമ്മയുടെ വസു ഇന്ന് ജീവിത പദാന്തത്തിലെ മഹത്തായ വഴിത്തിരിവിൽ എത്തുകയാണ്. ആയോധനശാലയിൽ ഹരിശ്രീ കുറിക്കുന്ന ദിവസമാണിത്. അതെ, അംഗരാജാവായ സൂതപുത്രനായ കർണന്റെ 4ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർണ, ഷോണ ഉടൻ നടന്നു. അച്ഛൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ കിളിവാതിലിലൂടെ കുനിഞ്ഞു നോക്കി. സൂര്യദേവൻ ചിരിച്ചുകൊണ്ട് പൂർവ്വചക്രവാളത്തിലൊക്കെ പ്രകാശം ചൊരിഞ്ഞിരിക്കുന്നു. ഗംഗാജലത്തിൽ അതിൻ്റെ പ്രതിബിംബം ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്പഷ്ടമായ 2 ഗോളങ്ങളായി തോന്നി. ഒന്ന് ആകാശത്തിലെ സൂര്യദേവൻ, മറ്റൊന്ന് ഭൂമിയിലെ സൂര്യദേവൻ. ഞാൻ ഷോണൻ്റെ കൈ പിടിച്ച് മുറിയിൽ നിന്ന് പുറത്തു കടന്നു. 3 പേരും ആയോധനശാലയിലെത്തി. ഇന്നലത്തേക്കാൾ കൂടുതൽ യുവാക്കൾ അവിടെ എത്തിയിരുന്നു. മധ്യത്തിലെ മണ്ഡപത്തിനു ചുറ്റും അവർ ശാന്തരായിരിക്കുന്നു. ഒരു ശാന്ത ഗംഭീരമായ സ്വരവും മുഴുങ്ങിക്കേട്ടു. പ്രഭാതമന്ത്രം തുടങ്ങിക്കാണും. ഓം ഈശവാസ്യാമിതാം സർവം. പ്രാർത്ഥന ഏറെ നേരം തുടർന്നു. ഞാൻ അച്ഛനോട് പോയിക്കൊള്ളുവാൻ പറഞ്ഞു. അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പോയി. ഞാൻ ഗോതയുടെ മധ്യത്തിലേക്ക് നോക്കി. കളിസ്ഥലം ശാന്തമായിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം മേഘഗർജനം പോലെ അന്തരീക്ഷം മാറി. വിവിധതരം ആയുധങ്ങൾ തമ്മിൽ മുട്ടി വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചു തുടങ്ങി. പിന്നെ യുവാക്കൾ ചേർന്ന് ഉത്സാഹനിവർപ്പോടെ ഹർഷധ്വനികൾ കൂടിയായപ്പോൾ ശബ്ദകോലാഹലം കൂടുതൽ ശക്തിപ്പെട്ടു. പ്രാർത്ഥന കഴിഞ്ഞു. ഗുരുദ്രോണർ അവർക്കിടയിൽ നിന്ന് ശാന്തനായി എഴുന്നേറ്റു. അദ്ദേഹം 2 കൈകളും ഉയർത്തി ശിഷ്യരെ അഭിവാദനം ചെയ്തു. ഞാൻ ഷോണിനെ കൂട്ടി മുന്നോട്ട് നടന്നു. 2 പേരും കുനിഞ്ഞ് ഗുരുദേവനെ വണങ്ങി. കൈ ഉയർത്തി അദ്ദേഹം ഞങ്ങളെയും ആശീർവദിക്കുമെന്ന് ആശിച്ചു. പക്ഷേ അതിനിടയിൽ അർജുനൻ അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. അദ്ദേഹം അർജുനന്റെ ചുമലിൽ കൈവച്ച് എന്തോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഞങ്ങളെ നോക്കാൻ പോലും ഗുരുദേവന് സമയമുണ്ടായില്ല. ആയോധനശാലയിലെ എൻ്റെ ആദ്യ ദിവസമാണ്. ഗുരുവിൻ്റെ ആശീർവാദമില്ലാതെ വിദ്യ സഫലമാകില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൗരവ ഗുരുവിനെ ഞാൻ പ്രണമിച്ചത്. അതിനിടെ യുവരാജാവായ അർജുനൻ ഇവിടെ നിന്ന് ചാടി വീണു. അയാൾക്ക് അവിടെ വരാൻ വേറെ സമയമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഗുരുദേവൻ അയാളുടെ മാത്രമാണ്. ഗുരുദേവൻ ഇന്നലെ പറഞ്ഞ പോലെ ആശീർവാദവും ക്ഷത്രിയർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ള സൂതപുത്രന്മാർക്ക് അതെങ്ങനെ കിട്ടും? അഥവാ കിട്ടിയാൽ തന്നെ ഞാനൊരു ക്ഷത്രിയനാവുമോ? ക്ഷത്രിയനായിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? കേവലം ഈ ഗുരുവിൻ്റെ ആശീർവാദത്തിനായി ഞാൻ ക്ഷത്രിയത്വം സ്വീകരിക്കണം. ആശീർവാദമില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ സൂതനായി കഴിയും. അതിരഥിൻ്റെയും രാധമ്മയുടെയും പുത്രനായ സൂതൻ കർണനായി തന്നെ കഴിയും. ഗുരുവിൻ്റെ ആശീർവാദം ക്ഷത്രിയർക്കാണ്. ഗുരുവിൻ്റെ ജ്ഞാനവും ക്ഷത്രിയർക്കാണ്. അദ്ദേഹത്തെ നമുക്കെങ്ങനെ കിട്ടും? ഈ ആദ്യ ദിവസം തന്നെ ആരെ ഗുരുവാക്കും? ആരുടെ ആശീർവാദം തേടി വിദ്യ അഭ്യസിക്കുവാൻ പോകും? ഈ ലോകത്ത് സൂതൻ്റെ ഗുരുവാകാൻ ആര് തയ്യാറാകും? ആരുമില്ല. അർജുനൻ കൃത്യം ആ സമയത്ത് എന്തിനു വന്നു? ദ്രോണഗുരു അർജുനനെ എന്തിനെ ഇത്ര മയങ്ങിക്കുന്നു? അവർ ഗുരുവും ശിഷ്യനുമല്ലേ? എൻ്റെ മനസ്സ് ശോകാകുലമായി. നമ്രസ്കനായി ഞാൻ ഓർത്തു, എൻ്റെ ജനനം രാജകുലത്തിൽ ആകാതിരുന്നത് എൻ്റെ ദോഷമാണ്. തൻ്റെ ഇഷ്ടത്തിനൊത്ത് ആർക്കെങ്കിലും ജന്മം ലഭിച്ചിട്ടുണ്ടോ? ജന്മത്തെക്കുറിച്ചുള്ള ഉജനീചത്വങ്ങൾ ആരുടെ സൃഷ്ടിയാവും? മനുഷ്യൻ്റെ മഹത്വം എന്തിലാണ് കുടികൊള്ളുന്നത്? അവൻ്റെ മഹത്തായ ഗുണങ്ങളിലല്ലേ? എൻ്റെ സ്ഥിതി ഇവിടെ ആര് ഗൗനിക്കും? എൻ്റെ ഈ ദിനം വ്യർത്ഥമായത് തന്നെ. ഉന്നം തെറ്റാതെ അസ്ത്രം ചെയ്യാനുള്ള ധൃതിയുമായി ഞാൻ ഇന്ന് കഴിയുന്നു. മനുഷ്യനെ പരീക്ഷിക്കാനായി അങ്ങനെ ചില ദിനങ്ങളും ഉണ്ടായേക്കാം. എന്താണ് പോംവഴി? എന്ത്? നിരാശനായി മണ്ഡപത്തിനും ചുറ്റി ഞാനൊരു ഭ്രാന്തനെ പോലെ നടന്നു. ചിലപ്പോൾ തോന്നും ഗുരു ദ്രോണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നന്നായി എന്ന് പറഞ്ഞാലോ എന്ന്. ശിഷ്യൻ്റെ ഉള്ളറിയുന്നവനാണ് ഗുരു. ഒരു ഗുരു അങ്ങയുടെ ആശീർവാദത്തിനായി കരയ്ക്കുന്ന മത്സ്യത്തെ പോലെ പിടയ്ക്കുന്നു. എന്നിട്ടും അങ്ങ് അതറിയുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് അർജുനന് മാത്രം ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? അയാൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നെ നോക്കൂ, എൻ്റെ കാതിൽ മിന്നുന്ന കുണ്ടലങ്ങളുണ്ട്. വാഴത്തണ്ട് പോലെ ഇളം മഞ്ഞമാർന്ന എൻ്റെ തൊലി അഭേദ്യമാണ്. അടുത്ത നിമിഷം അച്ഛൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു. അച്ചടക്കം പാലിക്കണം. എങ്ങനെ അച്ചടക്കം പാലിക്കും? ദ്രോണഗുരുദേവൻ എന്നെ നോക്കുന്ന പോലുമില്ല. അതുകൊണ്ട് കരഞ്ഞു തിരിച്ചു പോകണോ? എന്തു ചെയ്യണം? എന്തു ചെയ്യണം? പതിവ് പോലെ ഞാൻ പൂർവാകാശത്തിലേക്ക് നോക്കി. ചുട്ടുപഴുത്ത് ലോഹഗോളം പോലെ സൂര്യദേവൻ നീലമേലാപ്പിനെ ജ്വലിപ്പിക്കുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് എൻ്റെ ധൈര്യം എങ്ങോ ഓടിമറഞ്ഞു. അത്യുജ്വലമായ ഈ തേജസ്സിനേക്കാൾ വലിയൊരു ഗുരു ഈ ത്രിഭുവനത്തിൽ ആരുണ്ട്? അന്യൻ്റെ ആശീർവാദം യാചിക്കുന്നത് എന്തിനാണ്?
ഇന്നു മുതൽ എൻ്റെ യഥാർത്ഥ ഗുരു ഇതാണ്. ഇന്നു മുതൽ സൂര്യദേവനെ പൂജിക്കും. ആ ദേവൻ്റെ ആജ്ഞ സ്വീകരിക്കും. ഉടൻ ഞാൻ ആ കാൽമണ്ഡപത്തിൽ കയറി. പുഷ്പാലകൃതമായ ധനുസ്സുണ്ടായിരുന്നു അവിടെ. അത് കഴിയുന്നത്ര ഉയരത്തിൽ പൊക്കിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, ലോകത്തിലെ സമസ്ത അന്ധകാരത്തെയും ഉന്മൂലനം ചെയ്യുന്ന സൂര്യദേവ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. എന്നെ ആശീർവദിച്ചാലും എനിക്ക് വഴി കാട്ടിത്തരും. വില്ല് നെറുകയിൽ തൊട്ട് കുനിഞ്ഞ് ആ തേജസ്സിനെ പ്രണമിച്ചു. എപ്പോഴെന്നറിയില്ല, ഷോണ എൻ്റെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവനോടും പറഞ്ഞു, ഷോണ, സൂര്യദേവനെ വന്ദിക്കും, അദ്ദേഹത്തോട് ആശീർവദിക്കുവാൻ പറയും. അവൻ വിനയപൂർവ്വം കൈകൂപ്പി നിന്നു. അല്പം കഴിഞ്ഞ് ഞാൻ വില്ല് താഴെ വെച്ചു. ഞങ്ങൾ കൽമണ്ഡപത്തിൽ നിന്നും താഴെ ഇറങ്ങി. എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. ഞങ്ങളുടെ മുമ്പിലായി ഗുരു ദ്രോണരും അർജുനനും മണ്ഡപത്തിലേക്ക് കയറുകയായിരുന്നു. അർജുനൻ എന്നെ നോക്കി ചിരിച്ചു. എന്നാൽ എനിക്ക് ചിരി വന്നില്ല. അയാളുടെ ചിരിയിലും പരിഹാസം ഒളിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. എനിക്ക് ഭീഷ്മ പിതാമഹനെ ഓർമ്മ വന്നു. ഈ അർജുനൻ്റെ പിതാമഹനാണ് അദ്ദേഹം. പക്ഷേ രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യവുമില്ലായിരുന്നു. രണ്ടുപേരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്ത് വ്യത്യാസമാണ്. ഇതാരാണ്? നടക്കുന്ന നിലയിൽ അർജുനൻ എന്നോട് ചോദിച്ചു. എൻ്റെ കൊച്ചനിയൻ, ഞാൻ അഭിമാനപൂർവ്വം പറഞ്ഞു. ഇവന് ശാലയിൽ വരുമായിരിക്കുമല്ലേ? ഗുരു ചോദിച്ചു. അതേ ഗുരു, ഞാൻ മറുപടി നൽകി. അവിടെ കൃപരുണ്ട്, അയാളുടെ കൂടെ ചെന്നോളൂ. ഞാനൊന്നും പറഞ്ഞില്ല. വന്നിക്കാൻ പോലും എനിക്ക് താല്പര്യം തോന്നിയില്ല. പോകുമ്പോൾ ഞാൻ തിരിഞ്ഞ് അർജുനനെ നോക്കി. അയാൾ എൻ്റെ കുണ്ടലങ്ങളിൽ കണ്ണുമയ്ക്കാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങൾ കൃപാചാര്യരുടെ അടുത്ത് ചെന്നു. കൃപാചാര്യർ ദ്രോണാചാര്യരുടെ അളിയനായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ അനേക യോദ്ധാക്കൾ അസ്ത്രവിദ്യ അഭ്യസിക്കുന്നുണ്ടായിരുന്നു. ഈ രാജകുമാരന്മാരെല്ലാം എന്തിനീ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു എന്ന് വേള ഞാൻ ഓർത്തുപോയി. ദുര്യോധനെ പോലെ പ്രതാപം ഇവരുടെ ആർക്കെങ്കിലുമുണ്ടോ? ദുര്യോധനൻ എന്ന പോലെ അഭിമാനത്തോടെ നടക്കുന്ന ആരെങ്കിലും ഇവരിലുണ്ടോ? അതിനിടെ ദുര്യോധനൻ വരുന്നത് കണ്ടു. അയാളുടെ അടുത്ത് ചെന്നാൽ തീർച്ചയായും ക്ഷേമാന്വേഷണങ്ങൾ നടത്തും. ഞാൻ അങ്ങോട്ട് നടന്നു. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അത് ദുര്യോധനല്ല. നല്ല സാമ്യം. ഇതാരാകും? ഞാൻ ചിന്തിച്ചു. അംഗവസ്ത്രം കണ്ടാലറിയാം യുവരാജാവാണെന്ന്. ഈ യുവരാജാവ് ഏതു വിഭാഗത്തിൽപ്പെടും? കൗരവരിലോ പാണ്ഡവരിലോ? ദുര്യോധനെ പോലെ ആയതുകൊണ്ട് കൗരവനാകാം. പക്ഷെ ആരാണ് അയാൾ? അപ്പോഴേക്കും കൃപാചാര്യർ അദ്ദേഹത്തെ വിളിച്ചു. ദുശാസന. അയാൾ തിടുക്കപ്പെട്ട് അങ്ങോട്ട് ചെന്നു. ദുര്യോധനും ദുശാസനും രണ്ടുപേരും ഓരോ കളി. രണ്ടുപേരുടെ നടത്തത്തിലും അതേ ഗൗരവം. രണ്ടുപേരുടെ കണ്ണുകളും തുളഞ്ഞു കയറുന്നവർ. ദുശാസനൻ ദുര്യോധൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയല്ലേ? ആദ്യത്തെ 15 ദിവസം ഞാൻ ആയോധനശാലയിലെ ആയുധങ്ങളെപ്പറ്റി മനസ്സിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തെങ്കിലും പഠിക്കുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഗുരു ദ്രോണന്റെ ആദ്യ ദിവസത്തെ വിചിത്രമായ പെരുമാറ്റം കാരണം എൻ്റെ മനസ്സ് ഒന്നിലും ഉറച്ചു നിന്നില്ല. യുവരാജാക്കന്മാരുടെ ഇടയിൽ ഒരു സൂതപുത്രനായി ഉപേക്ഷിക്കപ്പെടുന്നതിലും ഭേദം ചെമ്പാനഗരിയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആയോധനമുറ അഭ്യസിച്ചിട്ട് എനിക്കെന്തിനു കിട്ടാനാണ്? എന്ത് മഹായുദ്ധമാണ് ഉണ്ടാവാനുള്ളത്? ഉണ്ടായാൽ തന്നെ എന്നെ കൊണ്ട് എന്ത് കാര്യം? ഒരു സാരഥി മാത്രമല്ലേ ഞാൻ. സാരഥിക്ക് എന്തിന് ആയോധനമുറ ശീലിക്കണം? അവന് കുതിരകളെ നിയന്ത്രിക്കാൻ അറിയണം. അത്ര തന്നെ. ഇത്രയും കാര്യങ്ങൾ ചെമ്പാനഗരിയിൽ ചെന്നാൽ ചെയ്യാമല്ലോ. യുദ്ധമുറ യുദ്ധം ചെയ്യുവാൻ വേണ്ടി മാത്രമാണോ പഠിക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി കരുതപ്പെടുന്നു. ഈ ആയോധനശാലയിൽ ഞാനും ശക്തനും. അർജുനന് അയാൾ മാത്രമല്ല വില്ലാളി എന്ന് കാണിച്ചു കൊടുക്കാം. അല്ല, ആ പാവം എന്നോടെന്താണ് ചെയ്തത്? അയാളോട് എന്തിനീ വിദ്വേഷം? വിദ്വേഷം മനുഷ്യനെ അന്ധനാക്കും. ഗുരുവര്യൻ അർജുനനെ സ്നേഹിക്കുന്നെങ്കിൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഗുരു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരുണ്ടാവുമോ? പിന്നെ ശിഷ്യരെ ശരിക്കും പരീക്ഷിച്ചറിയാതെ അടുപ്പിക്കുന്ന ഗുരുക്കന്മാരും ഉണ്ടാവുമോ? അല്ലയോ ഗുരുദേവ, ഇതാണ് വസ്തുതയെങ്കിൽ ഞാനും അങ്ങയുടെ ഉരകലിൽ ശോഭിക്കും. ഒരു വില്ലാളി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങ് അർജുനനെ സ്നേഹിക്കുന്നതെങ്കിൽ ഞാൻ അതിലും മേമനായ വില്ലാളിയാകും. പക്ഷേ ഞാൻ വില്ലാളിയായിട്ട് എന്തു പ്രയോജനം? അങ്ങനെ അംഗീകരിക്കില്ലല്ലോ. അങ്ങനെ സ്നേഹപൂർവ്വം തലോടുക പോലുമില്ല. കാരണം ഞാൻ സൂതപുത്രനാണ്. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയകുലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? പൂർവികരുടെ പരാക്രമങ്ങളിൽ ശത്രുക്കൾ നശിച്ചു. അങ്ങനെ അവർ കുരുകുലത്തിൻ്റെയും രാജ്യത്തിൻ്റെയും യശസ് വളർത്തി. കുരുകുലം ശ്രേഷ്ഠം തന്നെ. എൻ്റെ പൂർവികന്മാർ പരമ്പരാഗതമായി കുതിരകളെ തേച്ചു മിനിക്കുകയും ചാട്ടുപിടിക്കുകയും മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങളെയും ക്ഷത്രിയരെയും എങ്ങനെ താരതമ്യം ചെയ്യും? ഞാനെന്തെങ്കിലും രാജകുലത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെങ്ങനെ സാധിക്കുന്നു? വടവൃക്ഷത്തിലിരിക്കുന്ന കാക്ക കൊട്ടാരത്തിൻ്റെ മട്ടുപ്ലാവിലിരിക്കുന്ന മാടപ്രാവിനെ പോലെ സ്വപ്നം കാണുവാൻ പാടില്ല. പോട്ടെ, മനുഷ്യന് മാറ്റാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ള അവൻ ചിന്തിച്ച് തലമുണ്ടാക്കരുത്. എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് ആരോടും അനാദരവ് കാണിക്കുകയും വരുത്. എനിക്കും യുവരാജാവായ അർജുനനും തമ്മിൽ എന്തു ബന്ധം? ഒന്നുമില്ല. ഞാനൊരു സൂതപുത്രൻ, അയാൾ ഒരു യുവരാജാവ്. എൻ്റെ മാർഗം വേറെ, അയാളുടെ മാർഗം വേറെ. ജീവിത പതനത്തിലെ പതികരായ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഭിന്നരാണ്. പോകും. യുവരാജാവേ, വലിയവനാകും. അജയനായ വില്ലാളിയാവും. സന്ദർഭം വരും. പക്ഷേ ഈ സൂതപുത്രനായ കാരണം നിന്റെ രഥമോട്ടുന്ന തേരാളിയാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തു. അർജുനനോടും ആരോടും വിദ്വേഷം കാണിക്കില്ല.
ഈ യുവരാജാക്കന്മാരുടെയും എൻ്റെ മാർഗം ഭിന്നമാണ്. അത് പൂർവ്വനിശ്ചിതമാണ്. അസ്ത്രവിദ്യ പഠിക്കുവാൻ എനിക്ക് അതിയായ മോഹമുണ്ട്. 10 ദിക്കിലേക്കും ഒരേ സമയത്ത് അസ്ത്രം അയക്കണം. ഗുരു ആരാണെന്ന കാര്യം അപ്രധാനമാണ്. വിദ്യാർത്ഥിക്ക് വിദ്യയോടുള്ള പ്രതിബദ്ധതയാണ് മുഖ്യം. ഞാൻ മനസ്സും ശരീരവും ഏകാഗ്രമാക്കി വിദ്യയ്ക്ക് വേണ്ടി സ്വീകരിക്കുവാൻ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തു. ആയോധനശാലയിലെ എൻ്റെ പരിപാടികൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. 1 മാസം കൊണ്ട് തന്നെ ശൂലം, വേൽ, പരിക്കം, കുന്തം, ശതഗ്നി, വാൾ, ഗദ, ചക്രം തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശീലിച്ചിരുന്നു. ചാപത്തോടുള്ള എൻ്റെ പ്രത്യേകത ആഭിമുഖ്യം കാരണം ഞാൻ അസ്ത്രപരിശീലനം വളരെ ശ്രദ്ധാപൂർവ്വം നടത്തി. എൻ്റെ ഓരോ നിമിഷവും ഞാൻ ഇതിനായി ചെലവിട്ടു. എനിക്ക് ഏറ്റവും അഭിമുഖ്യമുള്ള 3 കാര്യങ്ങളായിരുന്നു: ഗംഗാമാതാവും സൂര്യദേവനും അമ്മ തന്ന കൊച്ച പെട്ടിയും. ആയോധനശാലയിൽ വന്നപ്പോൾ അതിലൊരു വസ്തു കൂടി കടന്നു വന്നു: അമ്പും വില്ലും. അച്ഛൻ വളരെ കാലമായി മഹാരാജാവിൻ്റെ തേരാളിയായി നല്ല നിലയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. വാർദ്ധക്യ സഹജമായ കാരണത്താൽ ഇന്ന് പഴയ ചുറുചുറുക്കില്ല. അതുകൊണ്ട് ഗവൽഗൻ എന്ന തേരാളിയുടെ മകനെ കൂടി അച്ഛനെ സഹായിക്കാനായി നിയോഗിച്ചു. സഞ്ജയൻ എന്നായിരുന്നു അവൻ്റെ പേര്. എന്നേക്കാൾ വലുപ്പമുള്ളതുകൊണ്ടും ഞാൻ അയാളെ സഞ്ജയ ചിറ്റപ്പൻ എന്ന് വിളിച്ചിരുന്നു. അയാളും വിതുരരും തമ്മിൽ നല്ല സാമ്യമുണ്ടായിരുന്നു. സഞ്ജയൻ എന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു. തേരാളിയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നി. ഞാൻ ഏതെങ്കിലും കാരണമുണ്ടാക്കി അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അച്ഛനും അയാളും പല വിഷയങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. ഉത്തമ ഗുണമുള്ള കുതിര, രഥത്തിന് ഇടയാൻ ഏറ്റവും പറ്റിയ എണ്ണ, രഥചക്രത്തിന് പറ്റിയ ഈടമറ്റ മരം, രഥചക്രത്തിൻ്റെ കീലങ്ങുള്ള എണ്ണം, കൂടുതലോ കുറവോ നല്ലത് മുതലായ വിഷയങ്ങൾ. കാരണം നീ സൂതനാണ് എന്ന് അദ്ദേഹം പതിവായി പറയും. ഉത്തമ ഗുണമുള്ള കുതിര രാത്രി ഉറക്കത്തിൽ പോലും തറയിലിരിക്കില്ല. കേമനായ തേരാളി പ്രാണൻ പോയാൽ പോലും ഇരിപ്പിടം വിടില്ല. ഒരിക്കലും ഇരിക്കുന്നിടത്ത് മാറുകയുമില്ല. അയാൾ പറയും, എന്താ ചിറ്റപ്പ പറയുന്നത്? കുതിര തറയിലിരിക്കില്ല? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല, കുതിര ഒരു കാലുയർത്തി നിന്ന് ഉറങ്ങുന്നെങ്കിൽ ദീർഘയാത്രയ്ക്ക് ഉപകരിക്കാത്തവനാണെന്ന് മനസ്സിലാക്കണം. കുതിര മറ്റ് ജീവികളിൽ വെച്ച് ഉത്തമമാണെന്ന് മറക്കരുത്. ഉത്തമം? അദ്ദേഹം നിർത്താതെ സംസാരിക്കട്ടെ എന്ന് കരുതി ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ മധുരമായ ശബ്ദം കേൾക്കുവാൻ നല്ല രസമുണ്ടായിരുന്നു. ഉത്തമം മാത്രമല്ല, ബുദ്ധിശക്തിയുമുള്ളതുമാണ്. കാരണം കുതിരപ്പുറത്തിരുന്ന് കൊട്ടും കോട്ടിൽ പോകുന്നവരും വഴിതെറ്റുകയും ചെയ്തുവെന്ന് കരുതും. ഒന്നും വേണ്ട, കടിഞ്ഞാണങ്ങ് വിട്ടേക്കും. ആ ബുദ്ധിയുള്ള ജീവി നിങ്ങളെ പുറപ്പെട്ട സ്ഥലത്തെത്തിച്ചുള്ളൂ. കുതിരകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങൾ ചിറ്റപ്പൻ വർത്തമാനത്തിനിടയ്ക്ക് പറഞ്ഞു തന്നു. കുതിരകളുടെ വിചിത്ര സ്വഭാവം, രോഗങ്ങൾ, നടത്തം ഇവയുടെ വർണ്ണന സമയം പോകുന്നത് കേട്ട് അറിഞ്ഞതേയില്ല. തേരാളികളുടെ കർത്തവ്യം, മതകർമ്മങ്ങൾ, സദസ്സിലെ നിയമങ്ങൾ എന്നിവയെപ്പറ്റിയും സൂക്ഷ്മമായി വിവരിച്ചു. പലതരം കുതിരകളിലെ കുളമ്പ രോഗത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. അതിനുള്ള പ്രതിവിധി പ്രയോഗത്തിൽ കാണിച്ചു തന്നു. സഞ്ജയ് ചിറ്റപ്പൻ കൊട്ടാരത്തിലെ എല്ലാ തേരുകളുടെയും നായകരായിരുന്നു. ധൃതരാഷ്ട്രർ, പിതാമഹൻ, വിതുരർ, രാജമാതാവ്, അമാത്യർ എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കനായിരുന്നു. എന്നോട് അദ്ദേഹം മണിക്കൂറോളം പൊങ്ങച്ചം പറയും. സാരഥ്യത്തിൻ്റെ ഗൂഢനെ പുണ്യത്തെ പ്രസംഗിക്കും. മാലയും മണിയും കൊണ്ട് അലങ്കരിച്ച രഥത്തിൽ എന്നെയും ഷോണനെയും ഇരുത്തി രാജവീതിയിൽ ചുറ്റി നടന്നു. ഒരിക്കൽ ഞാനും ഷോണനും നഗരം ചുറ്റുവാൻ പോയി. പതിവ് പോലെ കറങ്ങിയ ശേഷം ഞങ്ങൾ മടക്കയാത്രയായി. അപ്പോൾ മുമ്പിൽ ഒരു രാജരഥം. രഥത്തിൻ്റെ 4 ചുറ്റും തിളങ്ങുന്ന പർദ്ദയും മറിച്ചിട്ടിരിക്കുന്നു. കുതിരകൾക്ക് വെള്ള നിറമായിരുന്നു. ആരോഗ്യമുള്ള 5 കുതിരകൾ. ഞാൻ അവയിൽ ലയിച്ചു നോക്കിയിരുന്നു. കുതിരകളിലൊന്ന് ഇടയ്ക്കിടെ തല വെട്ടിച്ചുകൊണ്ടേയിരുന്നു. അനായാസം രഥം വലിച്ച് അവ മുന്നോട്ട് പോയി. തേരാളി പറഞ്ഞു, വഴിമാറൂ വേഗം, രഥത്തിൽ രാജമാതാവാണ് കുന്തിദേവി. രാജമാതാവ് കുന്തിദേവി. ഞാൻ പെട്ടെന്ന് ഷോണൻ്റെ കൈ പിടിച്ച് വലിച്ചു. തേര് കടകടാ ശബ്ദത്തോടെ പൊടി പാറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. ആ തേരിൽ പൂട്ടിയ വെള്ളക്കുതിരകളെ ഞാൻ അത്ഭുതത്തോടെ നോക്കി. 5 വെള്ളക്കുതിരകൾ. ഇനിയും ഒരു കുതിരയെ കെട്ടുവാനുള്ള സ്ഥലം ബാക്കിയിട്ടിരിക്കുന്നു. കൊട്ടാരത്തിൽ കുതിരകളില്ലേ? ഞാൻ മനസ്സിലോർത്തു. രഥം മറിഞ്ഞു. ഷോണൻ്റെ ഉത്തരയും അതിനിടയിൽ പെട്ടുപോയിരുന്നു. അവൻ അതെടുത്ത് പൊടി തട്ടി ചുമലിലിട്ടു. ഞാൻ ഷോണൻ്റെ ചുമലിൽ കൈവച്ച് താമസ സ്ഥലത്തേക്ക് പോയി. ഹസ്തിനാപുരയിലെ എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എന്നും ബ്രാഹ്മണ മുഹൂർത്തത്തിൽ എഴുന്നേക്കും. പതിവായി ഗംഗാനദിയിൽ പോകും. അപകടം ഒഴിവാക്കാനായി ആഴങ്ങളിലേക്ക് പോയില്ല. പ്രശാന്ത സുന്ദരമായ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തു. അവിടെ ആരും തന്നെ വരാൻ സാധ്യതയില്ലായിരുന്നു. അവിടെ അവരവരെ വെള്ളത്തിലിറങ്ങി നിൽക്കും. ഞാൻ കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് ഉദിച്ചു വരുന്ന സൂര്യദേവനെ കാത്തു നിൽക്കും. ദൂരെ നദിക്കരെ സാവധാനം തലയുയർത്തുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഗംഗയിലെ അലമലകളിൽ വർണ്ണപ്പൊലിമായി ചാർത്തു. കൈക്കുമ്പിളിലെ അർഘ്യജലം ആ തേജസ്സിലേക്ക് എറിഞ്ഞ് ഞാൻ പറയും, അങ്ങയുടെ ശിഷ്യൻ സൂതപുത്രനായ കർണൻ അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇമം കൂട്ടാത്ത ആ തേജസ്സിൽ നോക്കിയിരിക്കും. പ്രചണ്ഡ വേഗത്തിൽ കറങ്ങുന്ന അനേകം തേജോ കോണങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെടും. ലോകത്തിലെ അന്ധകാരമെല്ലാം ഉന്മൂലനം ചെയ്യുന്ന തേജസ്, ഉത്സാഹത്തിൻ്റെ സഹസ്രധാരയായി ഒഴുകുന്ന തേജോ കോണങ്ങൾ. ഈ തേജസ് കേവലം ഒരു ദിവസം മുഖം കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഹസ്തിനാപുരി, ഈ രാജപ്രസാദം, ക്ഷേത്രങ്ങൾ, അങ്കരിച്ച് നടക്കുന്ന യോദ്ധാക്കൾ, അർജുനൻ, ഭീമൻ, ദ്രോണൻ ഇവർക്കെല്ലാം എന്ത് സംഭവിക്കും? ഈ കർണനും ആ തേജസ്സിലെ ഒരു കണികയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
എങ്കിൽ താൻ സ്വയം ചോദിച്ച് ലോകത്തിലെ സമസ്ത അന്ധകാരവും ദൂരീകരിക്കും. പക്ഷെ അതങ്ങനെ സാധിക്കും. ഞാൻ വേഗം കരയ്ക്ക് കയറി ഈറം മാറ്റി ധൃതിയിൽ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരത്തിലെത്തിയ ഉടൻ അംഗവസ്ത്രം ധരിച്ച ഷോണനെയും കൂട്ടി ആയോധനശാലയിലേക്ക് പുറപ്പെട്ടു. പിന്നെ ദിവസം മുഴുവൻ അസ്ത്രവിദ്യയിൽ മുഴുകും. ചിലപ്പോൾ ഗദ ചുറ്റൊഴുകയോ വാൾപ്പയറ്റ് നടത്തുകയോ ശൂലമിറയുകയോ ചെയ്യും. ഏതായുധമായാലും നന്നായി പ്രയോഗിച്ചാലേ തൃപ്തിയാവും. പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിൽ ഞാൻ മണിക്കൂറോളം ധ്യാനത്തിലാവും. ഏത് വിദ്യയായാലും അതൊരു ചെടി പോലെയാണ്. ഏകാഗ്രതയുടെ വളവും വെള്ളവും ലഭിച്ചാലേ അത് വളരും. പ്രയാസമുള്ളത് ആദ്യം പഠിക്കുന്നതിലായിരുന്നു എനിക്ക് താല്പര്യം. സന്ധ്യ മയങ്ങുമ്പോൾ യോദ്ധാക്കളെല്ലാം ഗുരുദ്രോണൻ്റെ ആജ്ഞയനുസരിച്ച് ആയുധങ്ങൾ താഴെ വെച്ച് സമസ്ഥാനങ്ങളിലേക്ക് പോകും. ഷോണനെ അവിടെ നിർത്തി ഞാൻ ഗംഗാനദിയിലേക്ക് ഓടി. ഹസ്തിനാപുരിയുടെ വിട പറയുന്ന സൂര്യനെ വണങ്ങും. സ്വർണ്ണ വിരകൾ കൊണ്ട് തഴുകി അത് പറയുന്നതുമായി തോന്നും. ഇനി നമുക്ക് നാളെ കാണാം. പകൽ മുഴുവൻ ആയുധാഭ്യാസം നടത്തിയതിൻ്റെ ക്ഷീണം നിമിഷം കൊണ്ട് ഇല്ലാതെയായി തോന്നും. രാത്രി കിടക്കേണ്ട താമസം, ക്ഷീണം കാരണം ഉറങ്ങിപ്പോവും. ചിലപ്പോൾ കുട്ടികളെപ്പോലെ ശാഠ്യം തോന്നും. അപ്പോൾ ഗുരു ദ്രോണൻ്റെ വാക്കുകൾ ഓർക്കും. ഇവൻ രാജകുമാരന്മാരുടെ കൂടെ എങ്ങനെ വിദ്യാഭ്യസിക്കും? ഞാൻ മനസ്സിനെ സാന്ത്വനപ്പെടുത്തും. അദ്ദേഹം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ യുവരാജാക്കന്മാരല്ല. ഞങ്ങൾക്ക് അവരുടെ കൂടെ പഠിക്കുക സാധ്യവുമല്ല. പക്ഷെ മനസ്സാണ് അത് അംഗീകരിക്കില്ല. വ്യാകുല ചിത്തനായി ഞാൻ തെളിഞ്ഞു പിടികൊള്ളും. രാജകുമാരന്മാരുടെ കൂടെ വിദ്യ അഭ്യസിക്കാൻ കഴിയാത്ത അനേകം യുവാക്കളുണ്ട്. അവരെല്ലാം എന്നെപ്പോലെ വ്യാകുലരാണ്. പിന്നെ എനിക്ക് മാത്രമെന്നാണ് ഇത്ര ചൊടിപ്പിക്കാൻ. ആയോധനശാല കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആയോധനശാലയിൽ തന്നെ താമസമാക്കി. അന്നു മുതൽ കൊട്ടാരവുമായുള്ള ബന്ധം വിട്ടുപോയി. കൊല്ലത്തിലൊരിക്കൽ ശരദോത്സവത്തിന് മാത്രം ഞങ്ങൾ കൊട്ടാരത്തിൽ പോകും. അത് ദുര്യോധനൻ്റെ ആഗ്രഹപ്രകാരം. അദ്ദേഹം അമാത്യനായ വൃഷകർമാവും ഞങ്ങളെ ഏറെ സഹായിച്ചു. ദുര്യോധനന് 99 സഹോദരന്മാരുണ്ടായിരുന്നുവെങ്കിലും അയാൾ മാത്രമേ ഞങ്ങളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കാനുണ്ടായുള്ളൂ. എനിക്കും മറ്റൊരോടും അടുപ്പമുണ്ടായിരുന്നില്ല. അവരുടെ എല്ലാം പേരുകൾ വളരെ വിചിത്രമായിരുന്നു. ദുർമഷണൻ, ദുർമുഖൻ. മറ്റൊരാളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് അശ്വത്ഥാമാവായിരുന്നു. ഗുരു ദ്രോണരുടെ പുത്രൻ. എത്ര ലളിതവും സരസവുമായ സ്വഭാവം. ഇത്രയും ചെറുപ്പത്തിൽ അയാൾ മതം, ആത്മാവ്, കർത്തവ്യം, സ്നേഹം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി എത്ര ആധികാരമായാണ് സംസാരിക്കുന്നത്. ഒഴിവു സമയങ്ങളിലെല്ലാം ഞാൻ അയാളുമായി ചർച്ച നടത്തും. അയാൾക്ക് എൻ്റെ പേര് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ എന്തിനു വന്നെന്നോ അയാൾ ഒരിക്കലും എന്നോട് അന്വേഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളോട് അശ്വത്ഥാമാവ് എന്ന പേര് വളരെ വിചിത്രമായിരിക്കും. കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ശരിയാണ് നീ പറയുന്നത്. ആ പേര് എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ പേരിനെ പറ്റി ആളുകൾ എന്ത് പറയുന്നതെന്ന് അറിയാമോ? മറ്റെന്ത് പറയാൻ? നീ കുതിരയെപ്പോലെ ചിനുങ്ങിയിരിക്കുന്നെന്ന് അവർ പറയും. അതുകൊണ്ട് എനിക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. പക്ഷേ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൊച്ചു ശിശു കുതിരയെപ്പോലെ പ്രൗഢിയുള്ളവനാണെന്ന് ആളുകൾ പറഞ്ഞിരിക്കും. അല്ല, ഞാൻ ജനിക്കുമ്പോൾ തന്നെ കുതിരയെപ്പോലെ ചിനുങ്ങുകയോ? അതൊരിക്കലും സാധ്യമാകുകയില്ല. എന്നാൽ വാസ്തവത്തിൽ എനിക്കെൻ്റെ പേര് ഇഷ്ടമായി. കാരണം എൻ്റെ അച്ഛൻ എന്നെ അശു എന്നാണ് വിളിക്കുക. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമേ അങ്ങനെ വിളിച്ചിരുന്നുള്ളൂ. അശു എന്ന പേര് എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. അയാളുടെ കൂടെയുള്ള ജീവിതം വളരെ ഹൃദ്യമായിരുന്നു. എൻ്റെ കർണകുണ്ടലങ്ങളെ തൊട്ട് അയാൾ പറയും, കർണ, നിൻ്റെ ഈ കുണ്ടലത്തിന് ദിനം പ്രതി തിളക്കമേറി വരുന്നു. ഏതു തട്ടാണ് ഇതിന് പൂശിയിരിക്കുന്നത്? എൻ്റെ കുണ്ടലം പൂശുന്ന തട്ടാൻ ആരാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ അശ്വത്ഥാമാവിനൊന്നും തീർപ്പിച്ചേനെ. വേണ്ട സഹോദര, നിന്റെ കുണ്ടലം നിനക്ക് തന്നെ ഇരിക്കട്ടെ, അയാൾ ചിരിച്ചുകൊണ്ട് പറയും. കാതിൽ സ്വർണ്ണക്കുണ്ടലം കണ്ടാൽ പർണശാലയിൽ താമസിക്കുന്ന എന്നെപ്പോലെയുള്ള യുവകുമാരന്മാരുടെ കാത് കള്ളന്മാർ അറുത്തുകൊണ്ട് പോകും. പിന്നെ കുണ്ടലം കാതും കാണില്ല. ഞാൻ സ്വയം മറന്ന് ചിരിക്കും. ഗുരുദ്രോണൻ്റെ മകൻ എത്ര പാവവും ശുദ്ധനാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. അവനും ഷോണനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പക്ഷെ അയാളുടെ അച്ഛൻ എത്ര ശാന്തനും ഗംഭീരനുമാണ്. അയാളുടെ മനസ്സിൻ്റെ ആഴമളക്കുവാൻ സാധ്യമല്ല. കടമകൾ മനുഷ്യനെ പ്രൗഢനാക്കുന്നതാണോ? അതോ ചിലർ ജന്മനാ പ്രൗഢ സ്വഭാവക്കാരാണ്? ആ യുധിഷ്ഠിരൻ എപ്പോഴും എന്തൊരു ഗാംഭീര്യമാണ്. അറിയാതെ പോലും ഒന്ന് ചിരിച്ചു പോവില്ല. ആയോധനശാലയിലെ ശിഷ്യന്മാരെല്ലാം പക്ഷേ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അയാളുടെ അനുജനായ അർജുനനെ എല്ലാവർക്കും പ്രാണനാണ്. എവിടെ നോക്കിയാലും അർജുനനുണ്ടാവും. ഗുരുദ്രോണൻ അർജുനനോട് കാണിക്കുന്ന പ്രിയം അശ്വത്ഥാമനോട് കാട്ടാറില്ല. എന്തിനാണ് അദ്ദേഹം അർജുനനെ ഇത്രമാത്രം ആദരിക്കുന്നത്? അശ്വത്ഥാമാവിനോളം കേമനായി ആയോധനശാലയിൽ ആരുമില്ല തന്നെ. പക്ഷെ അർജുനെ അല്ലാതെ ഇവിടെ ആരും ബഹുമാനിക്കുന്നുമില്ല. ഒരു വ്യക്തിയെ ഇങ്ങനെ പുഴുത്തുന്നത് ഉചിതമാണോ? അയാൾ മൂലം ഉന്മാദിക്കാതെ തീരില്ലേ? ഏത് ഉരകലിൽ ഒഴിച്ചാണ് ദ്രോണർ അർജുനെ ഇങ്ങനെ കേമനാക്കുന്നത്? അശ്വത്ഥാമാവിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാണ്. പിന്നെ സംയമനം മൂലം സംഗതി അടക്കി. അത് തൻ്റെ അച്ഛനെ അപമാനിക്കലായി കരുതിയാലോ? അതുകൊണ്ട് ആ ചോദ്യം ഒരിക്കലും ചോദിച്ചില്ല. ആയോധനശാലയിലെ മറ്റ് സുഹൃത്തുക്കളേക്കാൾ അശ്വത്ഥാമാവ് എന്നും പ്രിയനും സഹൃത്തുവുമായി മാറി. ഇതിനിടെ ഒരിക്കൽ അമ്മയെ കാണാനായി ചമ്പാനഗരിയിൽ പോയിരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. അപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു, ഗുരു ദ്രോണർ ശിഷ്യരെയെല്ലാം പരീക്ഷിച്ചു എന്ന്.
അശോകവൃക്ഷത്തിൻ്റെ ഉച്ചിയിലെ ശിഖരത്തിൽ ഒരു ചത്ത പക്ഷിയുടെ ഉള്ളിൽ ഉമി നിറച്ച് തൂക്കിയിട്ടു. ഉന്നം തെറ്റാതെ പക്ഷിയുടെ ഇടത്ത് കണ്ണിന് അമ്പെയ്യുന്ന ആൾ അംഗീകൃതനാവും. അദ്ദേഹം ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു കൽമണ്ഡപത്തിൻ്റെ കയറ്റി നിർത്തി കയ്യിൽ വില്ല് നൽകി ഉന്നം പിടിക്കുവാൻ പറഞ്ഞു. ഓരോരുത്തരും വന്ന് വില്ലെടുത്ത് ഞാൻ വലിക്കും. അപ്പോൾ ഗുരു ചോദിക്കും, ഇപ്പോൾ എന്താണ് കാണുന്നത്? പലരും പല വിധത്തിലുള്ള ഉത്തരം നൽകി. മണ്ടനായ ഭീമൻ പറഞ്ഞത്, അങ്ങ് അകലെയുള്ള പർവ്വതമാണ് ഞാൻ കാണുന്നത്. ചിലർ കാർമേഘം കാണുന്നുവെന്നും ചിലർ വൃക്ഷത്തിലെ ഇല കാണുന്നുവെന്നും ചിലർ പക്ഷിയെ കാണുന്നുവെന്നും പറഞ്ഞു. അതുകൊണ്ടൊന്നും ഗുരുദേവൻ തൃപ്തനായില്ല. അദ്ദേഹം ഓരോരുത്തരോടും വില്ല് വെച്ച് പോകുവാൻ പറഞ്ഞു. അവസാനം അർജുനൻ വന്നു. അർജുന, നീ എന്തെല്ലാം കാണുന്നു? ഗുരു ചോദിച്ചു. ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, അർജുനൻ പറഞ്ഞു. ഗുരുവര്യൻ സന്തുഷ്ടനായി. അദ്ദേഹം അർജുനൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്, ആ കണ്ണിൽ അമ്പെയ്യും. അർജുനൻ തൽക്ഷണം അസ്ത്രം വിട്ട് പക്ഷിയുടെ കണ്ണ് തുളച്ചു. സത്യ വലിയ കണ്ണുകൾ അശ്വത്ഥാമാവ് കണ്ണുമിഴിച്ച് ഈ സംഭവങ്ങളെല്ലാം എനിക്ക് വിവരിച്ചു തന്നു. അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു. കർണ, ആ സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് എന്ത് മറുപടി പറയുമായിരുന്നു? ഞാൻ അല്പസമയം മൗനിയായി. ആ ശിലാമണ്ഡലം മനസ്സിൽ നിരൂപിച്ച് മുട്ടുകുത്തിയിരുന്നു. കൺമുമ്പിൽ ആ പക്ഷിയുടെ കണ്ണുറപ്പിച്ച് അശ്വത്ഥാമാവിനോട് പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല എന്ന്. കാരണം ലക്ഷ്യം കൺമുമ്പിൽ ഉണ്ടാകുമ്പോൾ കർണൻ പിന്നെ കർണനാവില്ല. അവൻ്റെ ശരീരം തന്നെ ശരമായി മാറും. ശരം മാത്രമല്ല, ശരത്തിൻ്റെ മുനയും ലക്ഷ്യബിന്ദുവും എള്ളിയുടെ സ്ഥലം മാത്രം ഒഴിഞ്ഞു കാണും, ശരീരത്തിൻ്റെ മുനയുടെ സ്ഥലം. എൻ്റെ മറുപടി കേട്ട് സന്തുഷ്ടനായ അശ്വത്ഥമാവ് എന്നെ ആലിംഗനം ചെയ്തു. അയാൾ പറഞ്ഞു, കർണ, നീ കേമനായ വില്ലാളിയാവും. അയാളുടെ ബന്ധനത്തിൽ നിന്നും മോചിതനായി ഞാൻ മനസ്സിൽ നിന്നും ഒന്ന് തീരുമാനിച്ചു. ആ പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്ത് കൊള്ളിച്ച അർജുനനെ ഗുരു പ്രശംസിച്ചു. അതേ ലക്ഷ്യത്തിൽ ഉന്നം തെറ്റാതെ ഞാനും അമ്പെയ്യും. അപ്പോൾ ഗുരു എന്നെയും അടുത്ത് പിടിച്ച് പ്രശംസിക്കും, എൻ്റെ പുറത്തും തട്ടും. അന്ന് സന്ധ്യയ്ക്ക് ഞാൻ നഗരത്തിൽ പോയി. ചത്ത പക്ഷികളെ ഉമ്മി നിറച്ച് വിൽക്കുന്നവരോട് ഒരു പക്ഷിയെ വാങ്ങി. രാത്രി ബഹളമടങ്ങിയപ്പോൾ ഞാൻ ഷോണനെ വളർത്തു. ഞങ്ങൾ മുറിക്ക് പുറത്ത് കടന്നു. ആയുധനശാല തികച്ചും ശാന്തമായിരുന്നു. പകൽ മുഴുവൻ ആയുധങ്ങളുടെ ശബ്ദം മുഴങ്ങുന്ന സ്ഥലം ഇപ്പോൾ നിശബ്ദമാണ്. അങ്ങിങ്ങ് ഓടലെടുത്ത് തിരികെ കത്തിച്ച് വെച്ചിരുന്നു. അതിൽ നിന്നൊരു തിരിയെടുത്ത് കൽമണ്ഡപത്തിൽ കയറി. മുമ്പിൽ ആ ഭീമാകാരമായ അശോകവൃക്ഷമുണ്ട്. പക്ഷിയെ ഷോണൻ്റെ കയ്യിൽ കൊടുത്ത് ആ മരത്തിലേക്ക് ചൂണ്ടി ഞാൻ പറഞ്ഞു, ഈ പക്ഷിയെ ആ മരത്തിൻ്റെ ഉച്ചിയിലെ ഏതെങ്കിലും ഒരു കൊമ്പിൽ തൂക്കി നിൽക്കും. എന്തിന്? അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. പിന്നെ പറയാം, വേഗച്ചില്ല. എൻ്റെ കയ്യിൽ നിന്നും പക്ഷിയും തിരിയും വാങ്ങി അവൻ മരത്തിലേക്ക് നടന്നു. ക്ഷണനേരം കൊണ്ട് അവൻ മുകളിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ, ഇവിടെ കൊമ്പിൽ ഒരു നട കെട്ടിയിട്ടുണ്ട്, അവിടെ തന്നെ കെട്ടട്ടെ. എത്ര സാധിക്കുമോ അത്ര ഉയരത്തിൽ പോയിക്കോട്ടെ, ഞാൻ വിളിച്ചു പറഞ്ഞു. അവൻ അവിടെ നിന്നും മേലെ കയറി. ഇതിലും ഉയരത്തിൽ അവന് പോകാൻ പറ്റില്ലായിരുന്നു. അവൻ പക്ഷിയെ മരക്കൊമ്പിൽ തൂക്കി. മറ്റൊരു ശാഖയിൽ അവനും ഇരുന്നു. ആ വെളിച്ചം എനിക്ക് പക്ഷിയെ കാണാവുന്ന രീതിയിൽ പിടിക്കും. തീരെ ഇളക്കരുത്. അവൻ വിളക്ക് ശരിക്ക് പിടിച്ചു. ഞാൻ മുട്ടുകുത്തിയിരുന്നു. വില്ലുയർത്തി. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. യുവരാജാവായ അർജുനൻ ഒരു കണ്ണാണ് ലക്ഷ്യം വെച്ചതെന്ന് ഓർക്കുക. നിനക്ക് ആ രണ്ട് കണ്ണുകളും തുളയ്ക്കേണ്ടി വരികയെന്നിരിക്കും. കാണുന്നതും കാണാത്തതും എങ്ങനെയാണെന്ന്. ആദ്യ ശരം ഏൽക്കുമ്പോൾ പക്ഷി തിരിയും. അപ്പോഴേക്കും രണ്ടാമത്തെ ശരം മറ്റേ കണ്ണും തുളച്ചിരിക്കണം. ഈ രണ്ട് ശരങ്ങളും ഒരേ സമയത്ത് വിടണം. അതും ഈ തിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ. ഞാൻ മരത്തിൽ നോക്കി. തിരിയുടെ ജ്വാല നോക്കി കാറ്റ് ഏത് ദിശയിലാണെന്ന് മനസ്സിലാക്കി. ആവനാഴിയിലും 2 സൂചിബാണങ്ങൾ എടുത്തു. വില്ല് നിയന്ത്രിച്ചു. അപ്പോൾ ഞാനല്ലായിരുന്നു. എൻ്റെ ശരീരം, മനസ്സ്, ദൃഷ്ടി, ശ്വാസം, ശരീരത്തിൻ്റെ മുനകൾ, പക്ഷിയുടെ കണ്ണുകൾ എല്ലാം ഒന്നായി തീർന്നു. വലിച്ചു വെച്ച ഞാനിന്മേൽ 2 വിരലുകൾ ഉറപ്പിച്ചു. 2 വിരലുകൾ കൂടി 2 ബലമായിരുന്നു. ഒരു ബാണം ആദ്യം പോകണം, എന്നിട്ട് തൊട്ടുപിറകെ. നിമിഷ നേരത്തിന് ശേഷം 2 ശരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വില്ലിൽ നിന്ന് വിട്ടു. ആദ്യത്തെ ശരീരം കണ്ണിൽ തറച്ച പക്ഷി ഒന്ന് തിരിഞ്ഞു. അപ്പോഴേക്കും രണ്ടാമത്തെ ശരം രണ്ടാമത്തെ കണ്ണിൽ തറച്ചു. ഇതിനിടെ നൂൽ പൊട്ടി പക്ഷി താഴെ വീണു. കയ്യിലെ വില്ലെറിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ചാടിയിറങ്ങി ഞാൻ മരിച്ചോട്ടിലെത്തി. പക്ഷിയെ കയ്യിലെടുത്ത് തിരുനാളത്തിനടുപ്പിച്ച് വെച്ച് നോക്കി. അതിൻ്റെ 2 കണ്ണുകളുടെയും കൃഷ്ണമണികളിൽ അമ്പ് തുളച്ചു കയറിയിരിക്കുന്നു. പ്രയത്നം സഫലമായ സന്തോഷത്തിൽ എൻ്റെ കണ്ണുകൾ തിളങ്ങി. അങ്ങകലെ കാവൽക്കാരൻ ലോഹത്തിൽ കൂട്ടി ശബ്ദമുണ്ടാക്കി. ഞാനും ഷോണിനെ മുറിയിലേക്ക് നടന്നു. അന്നു തൊട്ട് രാത്രികാലങ്ങളിൽ ഞങ്ങൾ വിഷമമേറിയ പല അസ്ത്രവിദ്യകളും പരീക്ഷിച്ചു തുടങ്ങി. നിശബ്ദമായ രാത്രികളിൽ ഏകാഗ്രത കിട്ടും. ആരും തടസ്സപ്പെടുത്തുകയുമില്ല. ഏറെ വർഷങ്ങൾ ഇങ്ങനെ പരിശീലനം നടത്തി കഴിഞ്ഞുപോയി. ഗുസ്തി പഠിച്ചത് കാരണം ശരീരം സുദൃഢമായിരുന്നു. എൻ്റെ മാംസപേശികളിൽ മുഷ്ടിപ്രഹരം ഏൽപ്പിച്ച് അശ്വത്ഥാമാവ് ചോദിക്കും, കർണ, ഇത് മാംസമോ ലോഹമോ? ഒരിക്കൽ അശ്വത്ഥാമാവിൻ്റെ കൂടെ ഞാനും കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിനടുത്ത് സരസിൻ്റെ കരയിൽ ദുര്യോധനൻ്റെ അമ്മാവനായ ശകുനി ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വെളുത്ത രാജഹംസം ഉണ്ടായിരുന്നു. ആ വെള്ള അരയന്നത്തോട് എനിക്ക് അതിയായ ആകർഷണം തോന്നി. വെള്ളത്തിൽ കാലുകൊണ്ട് തുഴഞ്ഞ് കഴുത്തുയർപ്പറ്റി പിടിച്ച് ഞാൻ ചുറ്റിത്തിരിഞ്ഞു. ജലസാമ്രാജ്യത്തിലെ ഏക ഛത്രാപതിയെ പോലെ. ഞാൻ ശകുനി അമ്മാവിൻ്റെ അടുത്ത് ചെന്നു. അയാൾ ധൃതരാഷ്ട്ര രാജാവിനെ പോലെ തന്നെയായിരുന്നു. അയാൾക്ക് സംസാരിക്കുമ്പോൾ പുരുകം ചൊളിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അയാളോട് സംസാരിക്കുന്നവരുടെ ശ്രദ്ധ അയാളുടെ കട്ടിയുള്ള പുരുകത്തിലേക്കായിരിക്കും.
രാജഹംസത്തെ താലോലിക്കൊണ്ട് അയാൾ അശ്വത്ഥാമാവിനോട് ചോദിച്ചു, അശ്വത്ഥാമാവേ, രാജകുമാരന്മാരെല്ലാം ആയോധനമുറയിൽ എത്രത്തോളം എത്തി? അർജുനൻ ചാപത്തിലും ദുര്യോധനൻ ഗദയിലും ഭീമൻ മൽപ്പിടത്തിലും ദുശാസനൻ ഗുസ്തിയിലും പ്രഗത്ഭന്മാരായിരിക്കുന്നു. നകുലൻ വാൽപ്പറ്റത്തിൽ കേമനായി, സഹദേവൻ ചക്രത്തിലും യുധിഷ്ഠിരൻ യുദ്ധനീതിയിൽ പ്രാവീണ്യം നേടി. അശ്വത്ഥാമാവ് പറഞ്ഞു. എങ്കിൽ എല്ലാവരെയും ഒന്നുകൂടി പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതെ, അച്ഛനും ഇതേ അഭിപ്രായമാണ്. അശ്വത്ഥാമാവ് പറഞ്ഞു. അതിനിടെ ഒരു ഭൃത്യൻ കാൽച്ചട്ടിയെ പാലുമായി വന്ന് പാൽപാത്രം കരയിൽ വെച്ചു. ശകുനിയമ്മാവൻ രാജഹംസത്തെ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ കൊടുത്ത് കുനിഞ്ഞ് കാൽച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അമ്മാവൻ പാല് ലാഭിക്കുകയാണ്. അശ്വത്ഥാമാവ് ചോദിച്ചു. അല്ല, ഇത് രാജഹംസമാണ്. ഈ പാത്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് വെള്ളം കുടിക്കില്ല. ഉത്തരയും കൊണ്ട് കൈ തുടച്ച് പുരികങ്ങൾ ഉയർത്തി ശകുനിയമ്മാവൻ പറഞ്ഞു. അതെങ്ങനെ? നേരിൽ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ശകുനിയമ്മാവൻ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ നിന്നും ഹംസത്തെ വാങ്ങി. അതുടൻ കഴുത്ത് കാൽച്ചട്ടയിലിട്ട് താഴ്ത്തി. ഷുർ ഷുർ ശബ്ദത്തോടെ അത് പാല് കുടിക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് കഴുത്തുയർത്തി. ചുണ്ടെന്ന് കുടഞ്ഞു. ഉത്കണ്ഠയോടെ ഞങ്ങൾ പാത്രത്തിൽ നോക്കി. വെള്ളം അതിൽ അതേപടി ശേഷിച്ചിരുന്നു. ശകുനി അമ്മാവൻ അത് വീണ്ടും കുളത്തിൽ ഒഴിച്ചു. പുരികങ്ങൾ ഉയർത്തി. ഈ സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഓർത്തു, മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ അരണ്യത്തെ പോലെ ആവുന്നില്ല? ആവശ്യമുള്ളത് സ്വീകരിച്ച് മറ്റുള്ളവരെ ഉപേക്ഷിക്കുന്നില്ല. ഞാനും അങ്ങനെ ചെയ്തിരുന്നാലും ദുര്യോധനും അശ്വത്ഥാമാവും ഒഴിച്ച് ആരുമായി ഞാൻ ഇടപഴകിയില്ല. മറ്റുള്ളവരുമായി എനിക്ക് എന്തുകൊണ്ട് അടുപ്പമുണ്ടായില്ല? ഇതെങ്ങനെ ഉത്തരം കിട്ടും? എന്തുകൊണ്ട് വെള്ളം ഒഴിവാക്കി പാൽ മാത്രം കുടിച്ചതെന്ന് അരയണ്ണത്തിനോട് പറയുവാൻ പറ്റുമോ? ഇതിൽ ഞാൻ തെറ്റുകാരനാണോ? യുവരാജാവായ ദുര്യോധനൻ സ്നേഹപൂർവ്വം എന്നെ കുശലം അന്വേഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. മനുഷ്യൻ്റെ സ്നേഹം ഭൂമിയോട് പോലെയാണ്. ആദ്യം ഒരു വിത്തിടണം, അപ്പോൾ ഭൂമി കതിരുകൾ തരും. മനുഷ്യരും അതിങ്ങനെയാണ്. സ്നേഹപൂർവ്വമായ ഒരു വാക്ക് കേട്ടാൽ മതി, അവൻ മുക്തനുമായി സ്നേഹം ചുരും. അതുകൊണ്ട് ദുര്യോധനെ എനിക്കിഷ്ടമായി. അശ്വത്ഥാമാവും നിഷ്പകടനും നിഷ്കളങ്കനുമാണ്. അയാളും ഷോണനും എനിക്ക് ഒരേപോലെയാണ്. ഭീമൻ എപ്പോഴും എൻ്റെ കരുത്തിൻ്റെ അഹങ്കാരത്തിൽ ലയിച്ച് ഗോതയുടെ മുറ്റത്ത് കിടക്കും. പുറത്തു പോയാൽ എന്തെങ്കിലും തിന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ സ്വരം എത്ര പരുഷമായിരുന്നു. അവന് ഉണ്ടക്കണ്ണുകളാണ്. ഉറങ്ങുമ്പോൾ കൊടുങ്കാറ്റ് പോലെ അവൻ്റെ കൂർക്കമ്പലി കേൾക്കാം. യുധിഷ്ഠിരൻ മണിക്കൂറോളം അശ്വത്ഥാമാവനോട് യുദ്ധം, നീതി, കർത്തവ്യം മുതലായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. നകുലനും സഹദേവനും എങ്ങനെയുള്ളവരാണെന്നും എന്തു ചെയ്യുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ദുര്യോധനും ദുശാസനും ഒഴിച്ചുള്ളവരെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വ്രതാം മുളച്ചു വരുന്ന തകരകളായിരുന്നു. അവരോട് പരിചയപ്പെട്ടിട്ട് എന്ത് കാര്യം? മനുഷ്യൻ ആ രാജഹംസത്തെ പോലെയാണ്. മനസ്സിനിണങ്ങിയവ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവ ഉപേക്ഷിക്കുകയും വേണം. ഞാനും അശ്വത്ഥാമാവും കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു. വരുമ്പോൾ അശ്വത്ഥാമാവ് എന്തോ ഓർമ്മ വന്നു. അയാൾ പറഞ്ഞു, കർണ, ഞാൻ മാമനോട് നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം രാജകുമാരന്മാരുടെ ആയോധന മുറയെക്കുറിച്ചല്ലേ ചോദിച്ചുള്ളൂ. എല്ലാവരുടെ കാര്യം ചോദിച്ചില്ലല്ലോ. എന്നാലും നിന്നെപ്പറ്റി എനിക്ക് പലതും പറയാമായിരുന്നു. എന്നെപ്പറ്റി എന്തു പറയാൻ? ഈ കവചകുണ്ടങ്ങളെപ്പറ്റി അല്ലാതെ. ഈ വാർത്ത നഗരത്തിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അല്ല, അർജുനൻ അസ്ത്രവിദ്യയിൽ, ദുര്യോധനൻ ഗദയിൽ, ഭീമൻ മൽപ്പിടുത്തത്തിൽ, നകുലൻ വാളിൽ, ദുശാസനൻ ഗുസ്തിയിൽ, സഹദേവൻ ചക്രത്തിൽ, യുധിഷ്ഠിരൻ യുദ്ധനീതി, പിന്നെ കർണൻ. മുൻപറഞ്ഞ വിദ്യകളെല്ലാം അതിവിദഗ്ധൻ എന്ന് ഞാൻ പറയുമായിരുന്നു. അയാൾ മുഖസ്തുതി പറയുകയാണ്. അതോ സത്യം? അറിയാൻ വിഷമമായിരുന്നു. കാരണം സ്നേഹം മനുഷ്യനെ അന്ധനാക്കുന്നു. ഞാൻ അയാളുടെ മിത്രമാണ്. സുഹൃബന്ധം അയാളെ അന്ധനാക്കിക്കൂടെ? അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ദിനരാത്രങ്ങൾ കാറ്റിൽ ഇളകളെന്നപോലെ കടന്നുപോയി. എന്നും പ്രഭാതത്തിൽ ഉണർന്ന് ഗംഗയിൽ പോയി മുങ്ങുക, മധ്യാഹ്നം വരെ സൂര്യനെ ആരാധിക്കുക, പകൽ മുഴുവൻ ആയോധനശാലയിൽ ശൂലം, തോമരം, ശതഗ്നി, വാൾ, ഗത മുതലായ ആയുധങ്ങൾ പരിശീലിക്കുക. സമയം പോരാതെ വരുമ്പോൾ രാത്രി ഷോണനെയും കൂട്ടി ഓടെല്ലാം എണ്ണക്കഴിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ അസ്ത്രമൊക്കെ ശീലിക്കുക. പിന്നെ ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഓർത്തും ചമ്പാനഗരിയുടെ സ്മരണ അയവിറക്കി ഉറങ്ങുക. ഇങ്ങനെ 6 വർഷങ്ങൾ കടന്നുപോയി. വസു ഇപ്പോൾ വലുതായി. ചമ്പാനഗരിയുടെ സ്ഥാനം ഇപ്പോൾ ഹസ്തിനാപുരി ഏറ്റെടുത്തു. കുതൂഹലത്തിൻ്റെയും സംശയത്തിൻ്റെ സ്ഥാനത്ത് സംയമനവും പുരുഷാർത്ഥവും വളർന്നു. 6 വർഷങ്ങൾ. ഈ കഴിഞ്ഞ 6 വർഷങ്ങളിൽ നടന്നതും നടക്കാത്തതും പോയതും പറഞ്ഞാൽ അത് മറ്റൊരു കഥയായി തീരും. ഈ 6 വർഷം ഞാൻ ആയോധനശാലയിൽ ഒരു ശിഷ്യൻ മാത്രമായിരുന്നു. പക്ഷെ ആരും എന്നോട് ശിഷ്യനെ പോലെ പെരുമാറിയില്ല. ദ്രോണാചാര്യരുടെ മേൽനോട്ടത്തിൽ കൃപാചാര്യരുടെ ലേഖയിലായിരുന്നു എൻ്റെ പേര്. ഹസ്തിനാപുരിയിലെ സാധാരണക്കാരനായ ശിഷ്യരുടെ പേരിൻ്റെ കൂടെ അസ്ത്രവിദ്യയുടെ ഏതെങ്കിലും അടവ് മനസ്സിലാകാത്ത വന്നാൽ ഞാൻ കണ്ണടച്ചെൻ്റെ ഗുരുദേവനെ, അതായത് സൂര്യനെ ഓർക്കും. നിമിഷം കൊണ്ട് യക്ഷിണിയുടെ മന്ത്രവടി എന്ന് പറഞ്ഞ പോലെ പ്രശ്നപരിഹാരമാവും. സ്നേഹം ശക്തിമാതിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹം കിട്ടിയ ഒരാൾ ജീവിക്കുവാൻ കഴിയുകയില്ല. ശിഷ്യാവസ്ഥയിൽ ഗുരുവിനോടായിരുന്നു എൻ്റെ സ്നേഹം. എന്നാൽ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സ് എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്തുകൊണ്ടാണ് 2 ഗുരുക്കളും എന്നോട് മിണ്ടാത്തത്? കർണനെ ഇവർ ശീലപാത്രമായിട്ടാണ് കാണുന്നത്. ദാഹിക്കുന്നവൻ സമുദ്രത്തിലിരുന്നിട്ടും വെള്ളം കിട്ടാത്ത ഒരവസ്ഥ. എൻ്റെ ഈ ചിന്ത ആരോടെങ്കിലും പ്രകടിപ്പിക്കുവാൻ, എൻ്റെ കൂടെ നിൽക്കുവാൻ ഷോണനല്ലാതെ ആരുണ്ടാവും? എൻ്റെ മനസ്സ് വിങ്ങുകയായിരുന്നു. വലിയവർ ചെറിയവരുടെ തിന്മകളെ ചൂണ്ടിക്കാണിച്ചാൽ നല്ലത് തന്നെ. പക്ഷെ അവരെ തീരെ ഉപേക്ഷിച്ചാലും അവൻ്റെ മനസ്സ് പുണ്ണാവും.
പിന്നെ കിട്ടുന്ന വഴിയിലൂടെ അവൻ പുറത്തു കിടക്കും. കഴിഞ്ഞ 6 വർഷങ്ങളിൽ എനിക്ക് എന്താണ് കിട്ടിയത്? ഘോരമായ അവഗണന, തീവ്രമായ തിരസ്കാരം. കർണനെ ഒരു ശിഷ്യൻ ഈ ശാലയിലുണ്ടെന്ന് ആർക്കും തന്നെ അറിയുക പോലുമില്ല. മുഖസ്തുതി പറയുന്നത് സ്വഭാവം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കും ഷോണനും ഹസ്തിനാപുരിയിലെ ആയോധനശാലയിൽ ഒരു പുതിയ ലോകം തുറക്കപ്പെട്ടു. ദ്രോണാചാര്യരെക്കുറിച്ചും കൃപാചാര്യരെക്കുറിച്ചും ഒരു ശങ്ക ഞങ്ങളിൽ വളർന്നു. അവർ പേരിന് മാത്രമുള്ള ഗുരുക്കന്മാരാണെന്ന് എനിക്ക് തോന്നി. ശിഷ്യരുടെ മനമറിയാത്തവൾ എന്തൊരു ഗുരു! സ്നേഹമൂതി ശിഷ്യന്മാരുടെ മനോപുഷ്പങ്ങൾ വിടർത്തുന്ന ഗുരുവല്ല. എൻ്റെ മനസ്സൊരു ഭക്തിക്കായി അലഞ്ഞു. അതുകൊണ്ട് ഞാൻ സൂര്യദേവന് അർഘ്യം ചെയ്തു. എന്നും ചൂടേറ്റ് എൻ്റെ പുറം കടുപ്പമേറി. ആയുധശാലയിലെ മറ്റു യുവരാജന്മാരെയോ ശിഷ്യന്മാരുടെ സ്ഥിതി നേരെ വിപരീതമായിരുന്നു. അർജുനൻ ദ്രോണാചാര്യർക്കും കൃപാചാര്യർക്കും അതീവ പ്രിയങ്കരനായിരുന്നു. അയാളെ മാത്രം ഇവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? ദുര്യോധനൻ കൽപ്പിച്ചിട്ട് കൂട്ടി സ്വന്തം പക്ഷം സമർത്ഥിക്കുവാൻ പഴുതുകൾ കണ്ടുപിടിക്കും. അതിലിൻ്റെ പര്യവസാനം ഷണ്ടയിലായിരിക്കും. സഹോദരനെ ശകാരിച്ചാൽ ഭീമന് കോപം വരും. ഭീമന് ക്രോധം അടക്കാനേ കഴിയില്ല. ക്രോധം പൂണ്ട് ചൂണ്ട് കടിച്ച അയാൾ കാണുന്നവരിൽ ചാടി വീഴും. ദ്രോണാചാര്യരെ പേടിച്ച് ആരും പരാതി അവിടെ എത്തിക്കില്ല. ഒരിക്കൽ എല്ലാവരും ഒരുമിച്ച് കാട്ടിൽ കയറി. ഭീമൻ കാട്ടിലുറങ്ങുന്ന തക്കം നോക്കി ദുര്യോധനും ദുശാസനും കാട്ടുവള്ളികൾ കൊണ്ട് അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് പുഴയിൽ ആഴ്ത്തി. പക്ഷേ ഭീമനൊന്നും പറ്റിയില്ല. അവനെ ജലദേവതകളാണത്രേ രക്ഷിച്ചത്. എനിക്കത് തീരെ വിശ്വസിക്കാനായില്ല. കാരണം ഭീമനെ അവർ പുഴയിലെറിഞ്ഞെങ്കിൽ തീർച്ചയായും ജീവിച്ചിരിക്കില്ല. അവിടെ ജലദേവതയല്ല, വലിയ വംശങ്ങളും മുതലകളുമേ ഉള്ളൂ. മറ്റൊരു കാര്യം, അഥവാ ഭീമൻ രക്ഷപ്പെട്ടെങ്കിൽ അവൻ കൊല്ലാനുണ്ടാക്കിയ ഗൂഢക്രമം അവൻ അറിയും. ക്രോധം സഹിക്കാനായാതെ ഗത കൊണ്ട് ദുര്യോധൻ്റെ കഥ കഴിക്കുകയും ചെയ്യും. യുവരാജകന്മാരുടെ ഷണ്ട തീർക്കുകയും അവരുടെ കഴിവുകളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് തേരാളിയുടെ 2 മക്കളെക്കുറിച്ച് ആര് ഗൗനിക്കുന്നു? ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ 6 വർഷങ്ങൾ കഴിഞ്ഞുപോയി. കർണൻ ഇപ്പോൾ 22 വയസ്സായതേ ഉള്ള ഒരു യുവാവായി കഴിഞ്ഞിരിക്കുന്നു. സാഹസം നിറഞ്ഞതും വെല്ലുവിളിയും ഉയർത്തുന്നതായ കാര്യങ്ങൾ ഉത്സാഹം തോന്നുന്ന കാലവുമാണിത്. അതായത് യുവത്വം, രക്തത്തിളപ്പിൻ്റെ കാലം, മനുഷ്യജീവിതത്തിലെ വസന്തകാലം, അഹങ്കാരം നിറഞ്ഞ കാലം, ശക്തിയുടെ ഉന്മേഷം നിറഞ്ഞ കാലം.